ഓ എന്റെ കർത്താവേ, എങ്ങനെയെങ്കിലും ഈ മുൾക്കിരീടം തലേന്നൊന്ന് ഇറക്കി വെച്ചിരുന്നെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങായിരുന്നു. ധൈര്യമായിരിക്കപ്പച്ച, കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയാൻ പോവാ. റോസ്മേരി അച്ഛന് ഇഷ്ടമായതുകൊണ്ടാണല്ലോ എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അച്ഛനെ കൂടുതൽ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയ സിറ്റുവേഷനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. സിറ്റുവേഷനാ? അപ്പൊ ഇനിയും ഇവിടെ നാടകം കളിക്കണോ? ചിലപ്പോ വേണ്ടി വരും. അച്ഛൻ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയം നോക്കി റോസ്മേരിയെ കൊണ്ട് നമ്മൾ ശയന പ്രദർശനം നടത്തിക്കുന്നു. ക്രിസ്ത്യാനിക്ക് എന്താണ് അമ്പലത്തിൽ കാര്യം? ഉണ്ട്. റോസ്മേരി മതം മാറി ലക്ഷ്മിക്കുട്ടിയായെന്ന് നമ്മൾ അച്ഛനെ ധരിപ്പിക്കും. ഇത്രയും ഒക്കെ പുലിവാലിനൊന്നും പോവാതെ കാര്യങ്ങൾ അച്ഛനോട് തുറന്നു പറഞ്ഞ പോലെ. എല്ലാം ശുഭമാകാതെ അവനോട് ഈ കാര്യം തുറന്നു പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും കാലം ഒളിച്ചു വെച്ചതെന്ന് അവൻ ചോദിക്കില്ലേ? അപ്പൊ ഉണ്ട വിഴിക്കിയതുപോലെ നോക്കി നിൽക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഉണ്ണിയോട് അച്ഛൻ പറയും, നീ റോസ്മേരിയെ വിവാഹം കഴിക്കടാന്ന്. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഞാൻ റോസ്മേരിയെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റിരുന്നാണെന്നും സമയമായപ്പോൾ എന്തോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണെന്നും അപ്പച്ചനെ അച്ഛനെ ധരിപ്പിക്കണം. ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണ്, പറഞ്ഞ ദിവസം തന്നെ വിവാഹം നടത്തിയേ പറ്റൂ എന്ന് അപ്പച്ചൻ വാശി പിടിക്കണം. അപ്പോ ഇതിനകം റോസ്മേരിയിൽ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞ അച്ഛൻ അപ്പച്ചനെ വിളിച്ചു പറയും, എങ്കിൽ ഉണ്ണി ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്ന്. നീ പറയുന്ന പോലെ ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എല്ലാവരും ചേർന്ന് അവനെ പറ്റിക്കുകയായിരുന്നെന്ന് അറിഞ്ഞാൽ ഒരു വലിയ ദുരന്തത്തിലെ കൊള്ളാം, തൃപ്തിയായടാ എനിക്ക്. നീ തന്നെ എന്നോട് ഇത് ചെയ്യണമായിരുന്നു. അനന്ത, ഞാൻ മിണ്ടിപ്പോരുത്. ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ നീ ഉദയക്രിയ ചെയ്തു. എന്നാലും എന്നോട് നീ ഇത് ചെയ്തല്ലോ. അച്ഛാ, കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാതെയാണ്. വേണ്ടടാ. നടന്ന സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോഴും അറിഞ്ഞതൊക്കെ സത്യമാവില്ലേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാം നല്ലതിന് തന്നെ. എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്നു. സ്വത്തും പണവുമാണ് നിനക്ക് വേണ്ടിയിരുന്നതെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞാ പോരായിരുന്നു. എന്റേത് നിന്റേത് എന്നുള്ള വേർതിരിവ് ഒരു കാര്യത്തിലും എനിക്കില്ലായിരുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേത് കൂടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിനക്കെല്ലാം നിന്റെ കാൽക്കീഴിലാക്കണമായിരുന്നു. അതിനുവേണ്ടി അല്ലേടാ നീ തന്തയിലാണ് കാണിച്ചത്. അനന്ത, അത് മാത്രം പറയരുത്. നീ അറിഞ്ഞതൊന്നും സത്യമല്ല. എന്ത് സത്യമല്ല? നീ ഉണ്ണിയെക്കുട്ടി ഇവളെ പെണ്ണ് കാണാൻ പോയത് സത്യമല്ലേ? ഇവളുമായിട്ട് ഉണ്ണി സ്നേഹത്തിലായിരുന്നു എന്ന് നിന്റെ മോൻ അറിയാമായിരുന്നു. അതും സത്യമല്ലേ? ഇവരുടെ വിവാഹത്തിന് നീ സാക്ഷി നിന്നു. അതും സത്യമല്ലേ? ഈ വിവരങ്ങളൊന്നും എന്നെ അറിയിക്കാതെ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ വിട്ടിയാക്കിയായിരുന്നു. അതും സത്യമല്ലേ? ഉണ്ണിയെ നിന്റെ ഭാഗത്തേക്ക് മാറ്റി ബിസിനസ് മുഴുവൻ സ്വന്തം പേരിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നതെല്ലാം എന്നുള്ളത് സത്യമല്ലേ? അല്ലെന്താ, ഈ പറഞ്ഞത് മാത്രം സത്യമല്ല. കർത്താവിന് നിരക്കാത്ത ഒന്നും നിന്റെ ഔസേപ്പച്ചൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലടാ. നിന്റെ മനസ്സിൽ ഒരു പോറൽ പോലും വെക്കാതിരിക്കാൻ വേണ്ടി നിന്നിൽ നിന്നും ഞാൻ കുറെ സത്യങ്ങൾ ഒളിച്ചു വെച്ചു. അത് ഇത്രയ്ക്ക് വിനയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നീ എന്നോട് ക്ഷമിക്കുക. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഒറ്റ കൊടുക്കുന്നവന്റെ കൈവെട്ടാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. മാപ്പർഹിക്കാത്ത തെറ്റാ നീ ചെയ്തത്. സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഇത്രയും വർഷം അഭിനയമാക്കി കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയും. ആ ചതിയും കാപട്യവും അറിഞ്ഞിട്ടും എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തത് അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നുകൊണ്ടാ. ഒന്ന് മാത്രം പറയാം, ഇനി ജോസഫ് എന്ന സുഹൃത്തും അവന്റെ കുടുംബവും എന്റെ മനസ്സിലുണ്ടാവില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. അപ്പച്ചൻ ഒരു മിണ്ടിപ്പോരുത്. ഇനി നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ അനന്തേട്ടാ, വർഷങ്ങളായിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു ഇത്. ഈ ബിസിനസ്സും സ്വത്തുക്കളും ഒക്കെ ആ ഔസേപ്പിന്റെ മാത്രം പേരിലാക്കാനുള്ള ശ്രമങ്ങളെ അവരിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മരുമോന്റെ ഒത്താശയോടെ ഔസേപ്പിച്ചപ്പോഴും കൂപ്പ് വഴി ചന്ദനം കടത്തുണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ. തന്നെയുമല്ല, കാടിനകത്ത് അവർക്ക് കഞ്ചാവൂഷ്യം ഉണ്ടത്രേ. എന്തിന്? കൂപ്പിന്റെ അടുത്ത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് അല്ലേ സ്വന്തം പേരിൽ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? അത് വല്ലതും അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. പക്ഷെ എങ്ങനെയാ പറയുന്നേ? നിങ്ങൾ ചക്കരയും തേങ്ങായും പോലെ അല്ലായിരുന്നോ? ഇനി അഥവാ പറയാമെന്ന് വെച്ചാൽ തന്നെ
നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്നല്ലേ ചേട്ടൻ കരുതൂ? അതെ, ജാതിയുടെ മതത്തിന്റെ കാര്യം പിന്നെ പോട്ടേത് വെക്കാം. ആ റോസ്മേരിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഓർക്കുമ്പോഴാ അവിടെ രണ്ടാരം ചെന്ന് ജയിലിൽ കയറാനേ സമയമുള്ളന്നേ. ഇപ്പൊ അമ്മാവന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ചീത്തപ്പേരെ. അകന്നു നിൽക്കുമ്പോഴും ഞാനും എന്റെ പിള്ളേരും അനന്തേട്ടന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം കണ്ട നസ്രാണികൾ തട്ടിക്കൊണ്ടു പോയതിനുള്ള ദുഃഖമായിരുന്നു മനസ്സിലെപ്പോഴും. ഒന്നും മോഹിച്ചിട്ടല്ല. ഇന്നു മുതൽ ഞങ്ങൾ എല്ലാരും അനന്തേട്ടന്റെ കൂടെ ഉണ്ടാവും. ഉണ്ണികൃഷ്ണനെ, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പിരിച്ച് അവനെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ ചേട്ടാ. ഉണ്ണിയെ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞങ്ങൾക്കിനി വിശ്രമമില്ല. അല്ലേടാ മക്കളെ? അതെ അമ്മേ. എന്തായി അമ്മേ? അവര് പോയോ? എവിടെ പോകാൻ? അവിടെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൊമ്മിയുടെ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലമ്മേ, ഉണ്ണിയേട്ടന് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടത് അപ്പച്ചൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. എന്നിട്ട് കുറ്റം മുഴുവൻ പാവ അപ്പച്ചനും. ദേ വരണു. അമ്മ അങ്ങോട്ട് ചെല്ല്, അതാ നല്ലത്. ഇല്ലെങ്കിൽ അതും ഇതും പറഞ്ഞ് ഇനിയും കാര്യങ്ങൾ വഷളാക്കും. എന്നെ വിളിച്ചായിരുന്നോ? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക? വേണ്ട ഏട്ടാ, ചേട്ടന്റെ സ്നേഹം മാത്രം മതി ഞങ്ങൾക്ക്. വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ നാത്തൂനെ? എടാ നോക്കി നിൽക്കാതെ അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കടാ. നാണുമാരെ കണ്ടില്ലല്ലോ. ഓ, എവിടെങ്കിലും ആനപ്പുറത്ത് തടമ്പ് കയറ്റുന്നു എന്നറിഞ്ഞാ പിന്നെ അതിന്റെ പുറകെയാ. ആനയോടുള്ള കമ്പ് ഇനിയും കുറഞ്ഞിട്ടില്ല. ഉത്രാളിക്കാവിലെ പൂരത്തിന് പോണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസം 5 ആയി. ഇനി ഏതെല്ലാം പൂരം കഴിഞ്ഞിട്ടാ മടങ്ങി വരികയെന്ന് ആർക്കറിയാം. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ പരീനടാ മക്കളെ. രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ. ബന്ധുക്കൾ എന്നും ബന്ധുക്കൾ തന്നെ. ഇവര് പറയുന്നത് കേട്ട് എത്രയായാലും അവൻ നമ്മുടെ മോനായി പോയില്ലേ. ചെയ്തത് തെറ്റാണെങ്കിലും നമ്മൾ ക്ഷമിച്ചവനെ. അവന്റെ കാര്യം ഈ വീട്ടിൽ ഇനി മിണ്ടിപ്പോരുത്. ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല. ഈ ജന്മത്തവൻ ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല. ഒരു കാര്യം കൂടി, ഇനി ആ ഔസേപ്പും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നെ ധിക്കരിച്ച് ആരെങ്കിലും അവിടെ പോയാൽ അവർക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല. മനസ്സിലായല്ലോ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? കാര്യങ്ങൾ അമ്മാവനെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒന്നും പറയണ്ട അമ്മാവാ. ഇവര് വന്ന് ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ഉള്ളം കാലോട്ട് ഉച്ചം തലവരെ പെരുത്ത് കയറിപ്പോയി. എല്ലാം ചതിയായിരുന്നു മുതലാളി. ഔസേപ്പച്ചൻ മുതലാളിയുടെ മോനാണെന്ന് പറഞ്ഞ ഉണ്ണി കുഞ്ഞിനെ പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ട് വന്നത്. കല്യാണം ഉടനടി നടത്തണമെന്ന് ഔസേപ്പച്ചൻ വാശി പിടിച്ചപ്പോ ഞാനൊന്ന് അന്തിച്ചു. കാരണം കാശൊക്കെ ഒത്തുവരണമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറയുക, കാശൊന്നും ഒരു പ്രശ്നമാക്കണ്ട, കല്യാണം നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന്. ഞങ്ങൾ പാവങ്ങളാ മുതലാളി. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ഇറക്കി വിടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഈ ഉണക്ക ലോറി ഓടിച്ചു കിടന്ന ഞങ്ങൾക്ക് എന്നെ കിട്ടാനാ? അതുകൊണ്ട് ഔസേപ്പച്ചൻ കഞ്ചാവ് കള്ളക്കടത്ത് നടത്തുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ആൾമാറാട്ട കഥ ഞങ്ങൾ അറിയുന്നത് തന്നെ. ഈ ചതി ഞങ്ങളോട് എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഔസേപ്പച്ചന്റെ വീട് വരെ പോയി. അപ്പൊ പുള്ളിക്കാരൻ പറയുക, ഈ വിവരങ്ങളൊന്നും അനന്തം മുതലാളി അറിയരുത്, ഉണ്ണിക്കുഞ്ഞു വഴി സ്വത്തെല്ലാം ഔസേപ്പച്ചന്റെ പേരിലാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അത് സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് എന്റെ വായടപ്പിച്ചു. ഈ വിവരം മുതലാളി നിന്ന് ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന് പങ്കജവല്ലി കൊച്ചമ്മ പറഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായത്. കാശിന് വേണ്ടി എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂടി ഔസേപ്പച്ചൻ മടിക്കില്ല മുതലാളി. നിങ്ങൾ പൊക്കോ. എല്ലാം കേട്ടല്ലോ. നീ പറഞ്ഞതുകൊണ്ട് മാത്രം കഴിഞ്ഞതെല്ലാം മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറായതാ. നാളെ രാവിലെ ഔസേപ്പിന്റെ വീട് വരെ ഒന്ന് പോകാനും തീരുമാനിച്ചതാ. ഇനി പറ, സ്വത്തിന് വേണ്ടി എന്നെയും മോനെയും തമ്മിൽ തെറ്റിച്ചവന് ഞാൻ മാപ്പ് കൊടുക്കണോ? ഇന്ന് വിലാസിനെ എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് നേരം കരഞ്ഞു. ഞാൻ എന്നാ പറയാനാ? ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാ നമ്മള്. നോക്കുമ്പോ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് താന്നു കൊടുത്താലും വേണ്ടില്ല. അങ്ങേരെ ചെന്ന് കണ്ട് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്.
ഞാൻ അവന്റെ കാല് പിടിക്കാൻ വരെ തയ്യാറാ. എനിക്ക് എല്ലാത്തിനും വലുതെന്റെ അനന്തന. അവനോടുള്ള ബന്ധമാ. എന്റെ മാതാവേ, എല്ലാം എത്രയും പെട്ടെന്നൊന്ന് കലങ്ങി തെളിഞ്ഞ ഞാനൊരു പൊന്നും കുരിശ് വച്ചേക്കാവേ. നിൽക്ക. ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ജോസഫ് കൃഷ്ണ എന്ന പേരിലുള്ള നമ്മുടെ ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അനന്താ വേണ്ട. ചെകുത്താനുള്ളിടത്ത് ദൈവം കയറാൻ മടിക്കുമെന്ന് താൻ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇപ്പൊ ഞാനും വിശ്വസിക്കുന്നത് തന്നെ. ഇനി മുതൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ താൻ. എന്ത് തീരുമാനിച്ചു? അയ്യോടാ മക്കളെ, നിങ്ങൾ എന്തൊക്കെയാടായി പറയുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ. അമ്മ, അമ്മാവന്റെ സ്ഥാപനങ്ങളെ 4 പാർട്ട്നേഴ്സിൽ 3 പേരും അപ്പുറത്തായില്ലേ? ഉണ്ണിയും തൊമ്മിയും ഔസേപ്പച്ചനും. അപ്പൊ പിന്നെ നിയമപരമായി ജോസഫ് കൃഷ്ണ എന്ന പേര് അവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടുമെന്നാ വക്കീല് പറഞ്ഞത്. പക്ഷെ പ്രശ്നം അതല്ല. ഉണ്ണികൃഷ്ണൻ കൂടി അവരോട് ചേർന്ന സ്ഥിതിക്ക് നാളെ അവരുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഔസേപ്പച്ചൻ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ ബാധ്യതകൾക്കും അമ്മാവൻ സമാധാനം പറയേണ്ടി വരും. അയ്യോടാ, അതങ്ങനെ? ഉണ്ണി അമ്മാവന്റെ മോനല്ലേ? അപ്പൊ പിന്നെ അമ്മാവന്റെ സ്വത്തുക്കളിൽ അവന് അവകാശം ഉണ്ടല്ലോ. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഷെയർ ചോദിക്കാൻ ഔസേപ്പച്ചൻ ഉണ്ണിയെ പറഞ്ഞു വിടുന്നുണ്ടെന്നാ അറിഞ്ഞത്. അത് ഞാനും മുന്നിൽ കാണാതിരുന്നില്ല. എന്റെ സ്വത്തല്ല, ഞാൻ ഉണ്ടാക്കിയതാ, അല്ലാതെ കുടുംബ സ്വത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. എല്ലാ സ്വത്തുക്കളും എന്റെ മോള് മായയുടെ പേരിലാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതെന്തായാലും നന്നായി അനന്തേട്ടാ. സ്വത്തുക്കള് പെണ്ണുങ്ങളുടെ പേരിൽ എഴുതി വെച്ചാല് കുടുംബം നിലനിൽക്കൂ. അവക്ക് ചേരുന്ന ഒരു ബന്ധം കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് മായയുടെ വിവാഹം നടത്തി കൊടുക്കണം. സ്വന്തം മോനില്ലേലെന്താ, വന്നു കയറുന്നവൻ അനന്തേട്ടനെ പൊന്നു പോലെ നോക്കിക്കോളും. എന്നാ ഞാൻ ഇറങ്ങുന്നു. വക്കീലിനെ ഒന്ന് കാണണം. നിങ്ങൾ നാളെ രാവിലെ ഓഫീസിലെത്തണം. ബാംഗ്ലൂരിലേക്ക് ലോഡ് പോകേണ്ട ദിവസം അറിയാമല്ലോ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ശരി. എടാ, പങ്കജവല്ലി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. വള്ളം ഞാനൊരു കരയ്ക്ക് അടുപ്പിച്ചില്ലേ, അങ്ങനെ സ്വത്തുക്കളെല്ലാം മായയുടെ പേരിൽ വന്നു ചേരാൻ പോകുന്നു. അല്ല, അതുകൊണ്ട് നമുക്കെന്താ ഒരു പ്രയോജനം? ഒരു പ്രയോജനമോ? പ്രയോജനങ്ങളല്ലേ ഉള്ളൂ. അടുത്ത എന്റെ നീക്കം മായയെ ഈ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വിളിച്ചവള് വരൂ? എടാ മണ്ട, വിളിച്ചോണ്ട് വരികയല്ലടാ, പിന്നെ അടിച്ചോണ്ട് വരൂ. ഛേ, നിന്റെ ഭാര്യയാക്കി ഇവിടെ കൊണ്ടുവരും. എന്റെ ഗുരുവായൂരപ്പാ, അവിടെ സ്വത്തുക്കൾ നമ്മുടെ കൈക്ക് വന്ന് ചേർന്നിട്ട് വേണം എനിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ. ഈ പ്രേമവിവാഹമൊക്കെ കൊള്ളാം, പക്ഷെ കഴിയുന്നതും സ്വന്തം മതത്തിൽപ്പെട്ടവരെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോ പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരുടെ തമ്മിലടി ഒഴിവാക്കാം. പിന്നെ നാട്ടുകാരുടെ ഇടപെടലും കുറഞ്ഞിരിക്കും. ആഹാ, അത് ശരി. അപ്പോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്റെ പുറകെ കൂടിയതല്ലേ? ദൈവദോഷം പറയരുത്. കണ്ട ആദ്യ നിമിഷം തന്നെ തന്നോട് എന്തോ ഒരു പ്രത്യേക അടുപ്പം എനിക്ക് തോന്നി. കൂടുതൽ അടുത്തപ്പോ താൻ തന്നെ ആയിരിക്കണം എന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ തന്റെ ജാതിയും മതവും അന്വേഷിച്ചറിയാൻ ഞാനൊരു രഹസ്യ ശ്രമം നടത്തി എന്നുള്ളത് പരമാർത്ഥം തന്നെ. ആശ എന്നുള്ള പേര് എല്ലാ ജാതിക്കാർക്കും ആവാലോ. അവസാനം ഗ്യാപ്പ് സ്വാമിയോട് ഞാൻ സൂത്രത്തിൽ ചോദിച്ചു മനസ്സിലാക്കി. സത്യം പറയാലോ, താനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോ ഉള്ളിലൊരു പ്രത്യേക സന്തോഷം തോന്നി. അപ്പച്ചനെയും അമ്മച്ചയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്നുള്ള സന്തോഷം. പണവും പ്രശസ്തിയും കുടുംബ മഹിമയും ഒന്നും അപ്പച്ചന് പ്രശ്നമല്ല. ഞാൻ കെട്ടുന്ന ഒരു സിറിയൻ കത്തോലിക്കക്കാരി ആയിരിക്കണമെന്ന് മാത്രമേ അപ്പച്ചനുള്ളൂ. ഞാൻ ഇച്ഛിക്കുന്നതും അപ്പച്ചൻ കൽപ്പിക്കുന്നതും ഒന്ന് തന്നെ. താനൊരു സുറിയാനി ക്രിസ്ത്യാനിയായത് എന്റെ ഭാഗ്യാണ്. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോളെന്താ ഒന്നും മറുപടി പറയാഞ്ഞത്? അച്ഛനല്ലേ പറഞ്ഞിരുന്ന എന്നെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാന്ന്. എനിക്ക് ഇനിയും പഠിക്കണം. അതിനെന്താ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. പ്രേമചന്ദ്രനാണെങ്കിൽ യാതൊരു എതിർപ്പുമില്ല. മോളെ, അച്ഛന് വയസ്സായി. ഒരു ക്ഷീണം വരുമ്പോ താങ്ങേണ്ട ഉണ്ണിയുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ശരചന്ദ്രനും പ്രേമേന്ദ്രനുമാണ്. അതുകൊണ്ടുകൂടിയാ അച്ഛൻ ഈ തീരുമാനത്തിലെത്തിയത്. മാത്രവുമല്ല, പ്രേമേന്ദ്രൻ നിന്റെ മുറച്ചെറുക്കനുമാണല്ലോ. കൊച്ചുകുട്ടിയില്ലേ അവള്? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ വിവാഹം?
അച്ഛനമ്മമാർക്ക് മക്കൾ എപ്പോഴും കൊച്ചുകുട്ടികളായിട്ടേ തോന്നും. വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ അവർക്ക് ആയിട്ടുണ്ട്. മാത്രമല്ല, എനിക്കിനി ഒറ്റയ്ക്ക് ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മകന്റെ സ്ഥാനത്ത് എനിക്കൊരു മരുമകനെയെങ്കിലും വേണം.